എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഗെയിമായിട്ടാണ് ഗൈസ്. അതെ, മെക്ക് അരീന, ഒരു റോബോട്ടിക് ഫൈറ്റിംഗ് ഗെയിമാണ് ഗൈസ്. ഇത് റോബോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗെയിമാണ് ഗൈസ്. പിന്നെ അതിനകത്ത് ആദ്യം തന്നെ കളി അങ്ങ് തുടങ്ങി വെച്ചു. ഇതിൽ കളിക്കുന്നത് തന്നെ 2v2 ആണ് ഗൈസ്. എനിക്ക് ലോബിയിലൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് വെറും 500 ലൈക്സാണ് ഗൈസ്. അത്രയും ലൈക്സ് ഇങ്ങനെ അടുക്കും. എടുത്തട്ടേ പോത്തുള്ളു. കാട്ടുമേലെ റൈസോ അവൻ നമ്മളെക്കാട്ടിലും മുമ്പ്. ഇതാണ് നമ്മുടെ ടീം സ്നോപ്പി 8. അങ്ങനെയാണ് കൂട്ടുകാരൻ്റെ പേര്. ഈ സ്കൂട്ടറിൻ്റെ ഒരു ഭാര്യയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഗസ്. മുട്ടനും കൊള്ളത്ത വരാൻ കണ്ട ഗസ്. ഒരു ബോട്ടിൻ്റെ അടി വാങ്ങിയിട്ട് വരുന്നവന്. ഞാനും അത് തന്നെ ടോബി. ഇവന്മാരൊക്കെ എന്ത് പ്രോ പ്ലേയേഴ്സാണ് ഗസ്. ഞാൻ ഈ പ്രോ പ്ലേയേഴ്സിൽ കയറുവാണെങ്കിൽ തന്നെ ഒരു വല്ല ന്യൂബ് കാട്ടുകാരിയോ വല്ല ആയിരിക്കും നല്ല ഗസ്. എൻ്റെ ടീമും വരെയാണുള്ളത്. ഇത്ര ഉള്ള എനിക്ക് പറയാം. എൻ്റെ ടീം വരെയാണ്, ഞാനങ്ങ് വരെയാൻ പോകും. അത് വേറെ കാര്യം ഗസ്. സോമാർ മൊത്തം എന്നെ കൊല്ലുക. എന്നെ കൊല്ല നമ്മളപ്പോൾ ആരും പാപ്പന്മാരായി പോയില്ലേ. എൻ്റെ വലയിലാവും വീണല്ലോ ഗൈസ്. എൻ്റെ വലയിലാവും വീണല്ലോ എൻ്റെ ഗൈസ്. അവനെ സ്റ്റെക്കാക്കിയിട്ട് മാത്രം വീണോടിരിക്കുന്നു. ഗൈസ് 2-6 അവൻ്റെ സർജൊക്കെ ഉണ്ട്. അന്നൊക്കെ ഒരു ഇത്ര ഒരു കൊച്ചു പയ്യൻ ടോബിയുടെ ചാവെന്ന് പറയുമ്പോൾ ഗൈസ് 4-6 14 സെക്കൻഡ് തൊട്ട്. അയ്യോ 4-7 പോട്ടെ ഗൈസ്. അവൻ്റെ സർജുണ്ട് ഗൈസ്. ഇതാണ് പറ്റാത്തത് കേട്ടോ. ഗൈസ് അങ്ങനെ ആദ്യത്തെ റൗണ്ട് തന്നെ പോയിട്ട് എനിക്ക് വിഷമമായി. വേഗം പോടാ. ബ്ലോക്കാണോ ഇവനാണോ അല്ലാണ്ട് എനിക്ക് അവൻ ടോബിനാണ് തോന്നുന്നത്. കള്ള ടോബിനാണ്. ഇതവിടെ നിന്ന് അടിച്ചണോ? കുറേ അടിക്കും. ഇല്ല എക്സാലോഞ്ചർ പൊട്ടാ. ആ ബോട്ടെ വാഴ എക്സാലോഞ്ചർ എടുത്തിട്ട് നമ്മുടെ മൂട്ടിൽ കയറി നിന്നിട്ട് ചേട്ടായി കോഫി മേടിക്കുന്നുണ്ട്. ഇവരുടെ എന്നിട്ട് പവറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ കൊല്ലാൻ പോലും പറ്റുന്നുണ്ട് ഗൈസ്. ഇത്ര നല്ല പവർഫുള്ളാണ് ഇവൻ്റെ. വിചാരിക്കാൻ പോലും ഗൈസ്. എൻ്റെ ടീം ഒരു വാഴയിൽ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തത്. ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് തോക്കുന്നത്. തോറ്റ് ഞാൻ അപമാനമായി. ഒരു പവറാണ് ടോബി എന്ന് പറയുന്നത്. വലിയ കൊല്ലാൻ വേണ്ടി മാത്രം ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അത്രയുള്ള സ്മോപ്പി. അയ്യോ അവൻ്റെ ചാവല്ലേ. അവിടെ ഗൈസിൻ്റെ 30 വയസ്സില്ല ഷോർട്ട് റേഞ്ച് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചത് ഗൈസ് ഇത്രയും ഇത്രയും എന്നെ അടിച്ചിട്ട് അവൻ ആരെ കാണിക്കാൻ പോകും. അത്രയുള്ള ഗൈസ് നമ്മളങ്ങ് വെട്ടി അടുത്തെടുത്ത്. ഈ കളിയിൽ തോറ്റുപോയിരിക്കുന്നു ഗൈസ്. തോറ്റുപോയി. എന്നെ അടിച്ചടിയാണ്. ഞാൻ തോറ്റുപോയിരിക്കുന്നു ഗൈസ്. ഞാൻ തോറ്റുപോയി. ഞാൻ എന്ത് ചെയ്യും ഗൈസ്? പറയിട്ട് എന്തോ പറയുന്നത് നിങ്ങൾ തന്നെ. ഗൈസ് ആദ്യമായിട്ടാണ് എനിക്ക് അപമാനം കിട്ടുന്നത്.
കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്കൊരു കളിയും കൂടി നമുക്ക് കളിക്കാം. പെട്ടെന്നൊരു ട്വീറ്റ് മതി. എനിക്ക് എന്താണെന്നുള്ളത് ഒരു വിഷമമാണ് വിഷമം ഗൈസ്. ഞാനിപ്പം ഓക്കെ ഗൈസ്, നമ്മൾ കളി കാണുന്നില്ല. നമ്മൾ എപ്പോഴും എടുക്കുന്ന കളിയും തന്നെ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞാലും വരയൊക്കെ വരും ഗൈസ്. പഴയെന്ന് വെച്ചാൽ ഇതുപോലത്തെ വരയാവില്ല. അല്ലാണെങ്കിൽ എൻ്റെ പ്രോബ്ലർ കിൽഷോട്ടും ഇല്ലാതിരിക്കുന്നതിനായിരുന്നെങ്കിൽ ലൈഫൊന്നും കളിപ്പിച്ചിടുക. അതുപോലും ഇല്ല. അപ്പം ഉള്ള ഗൈസ് ഇച്ചിരി അടി കൊടുക്കുന്നത് ഞാൻ മാത്രമേ. അവന് ഇച്ചിരി അടി വാഴ ഇനി എന്തിനാണ് നടക്കുന്നത് ഗൈസ്. നിങ്ങൾക്കാണെങ്കിൽ ഗൈസ് എത്ര കൊല്ലം മതിക്കും അതിനകത്ത് പിടിച്ചപ്പോൾ റാപ്പ് ഗൈസ്. ഇതിനകത്ത് ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അടുത്ത റൗണ്ടിൽ ഇനി ബാക്കി കാണിച്ചതാണ് ഗൈസ്, കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി അടുത്ത റൗണ്ടിൽ ഞാൻ നിങ്ങളെ കാണിച്ചത് ഗൈസ്. ഞാൻ ഇത്ര റൗണ്ടോ എടുത്ത് നമ്മുടെ ടീമിൻ്റെ ഒരു പ്രോ പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ആ റൗണ്ട് ഞാൻ കഴിച്ചത്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ല ആ റൗണ്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ കളി? ബിക്കോസ് അവൻ്റെ അതിനകത്ത് ഓർമ്മയില്ല. അവനങ്ങനെ കത്തിരിക്കുന്നു ഗൈസ്. അവൻ്റെ ഇരിക്കുന്ന കേട്ടോ, നിങ്ങളുടെ ഇരിക്കുന്ന കേട്ടല്ല. ഒന്നും സാവടാ കൊന്നല്ലോ അവനെ കൊന്നല്ലോ അവനെ ഞാൻ കൊന്നല്ലോ. അവനെ ഇപ്പം കൊല്ലാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിർത്താൻ പോകുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അല്ല ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ലീവായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.